അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ സൂറത്തുൽ ഹജ്ജിൻ്റെ ആദ്യ 2 ആയത്തുകളാണ് വിശദീകരിക്കപ്പെട്ടത്. നമ്മൾ പറയുന്ന ആയത്തുകൾ അതാത് സമയം തന്നെ അതിൽ ഓരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി തന്നെ പോകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ആയത്തുകൾ അപ്പോൾ തന്നെ ഹിഫ്ളാക്കുവാനും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിനി 3-ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. വമിനൻ നാസി മയുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ എന്നതാണ് ആയത്തിൻ്റെ ഒരു ഭാഗം. വമിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ടവരുണ്ട്. വമിനൻ നാസി മയുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. വമിനൻ നാസി മയുജാദിലു ഫില്ല. ജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ് ഭാഷാപരമായ അർത്ഥം. ജാദല യുജാദിലു, മയ്യുജാദിലു, മയ്യുജാദിലു. വമിനൻ നാസി മയ്യുജാദിലു, തർക്കിക്കുന്നവർ ഉണ്ട്. ആരിൽ? മിനന്നാസി, ജനങ്ങളിൽ. അപ്പോൾ ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ പ്രകൃതമാണ് തർക്കിക്കുക എന്നുള്ളത്. ഏത് വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്? ഫില്ലാഹി, അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കവുമായി മുന്നോട്ടേക്ക് പോകുന്നു. എന്തിനും എതിർക്കുക, എന്തിനും തർക്കിക്കുക, തർക്കമേ ശരണം എന്ന രൂപത്തിൽ അത് അവരുടെ ഒരു ശൈലിയാണ്. അത് അവരുടെ ഒരു ഹാബിറ്റായി കൊണ്ടു നടക്കുന്ന ചില ആളുകൾ. പക്ഷേ വിഷയം ഗൗരവമാണ്. അവർ ഏത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാഹി. എന്നാൽ എന്തെങ്കിലും ധാരണ അവർക്കുണ്ടോ? എന്തെങ്കിലും വിവരം അവർക്കുണ്ടോ? എന്തെങ്കിലും ബോധം അവർക്കുണ്ടോ? ഇല്ല. ബി ഗൈരി ഇൽമിൻ, ഒരു വിവരവും അവർക്കില്ല. അപ്പോൾ ഒരു വിവരവുമില്ലാതെയാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കങ്ങൾ നടത്തുന്നത്. വയത്തബ്യ, ഈ തർക്കിക്കുമ്പോൾ അവരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അവർ ആരാണ്? വയത്തബ്യ, അവർ പിൻപറ്റുന്നവരാണ്. ഇത്തിബാ എന്നുള്ള പ്രയോഗം നമുക്കറിയാം. ഇത്തിബാ റസൂൽ, റസൂലിനെ പിൻപറ്റുക. മുത്തബിഉ റസൂൽ, റസൂലിനെ പിൻപറ്റിയവർ. അപ്പം ഇത്തബ എന്ന് പറഞ്ഞാൽ പിൻപറ്റി. വയത്തബ്യ, അവർ പിൻപറ്റുന്നത് ആരാണ്? ഈ മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ വയത്തബ്യ, പിൻപറ്റുകയും ചെയ്യുന്നു. ആരെ? കുല്ല ശൈത്വാനിൻ മരീദ്. ആരെ പിൻപറ്റുന്നു? ശൈത്വാനിനെയാണ് പിൻപറ്റുന്നത്. കുല്ല ശൈത്വാനിൻ, അവർ പിശാചിനെയാണ് പിൻപറ്റുന്നത്. ആ പിശാചിൻ്റെ പ്രത്യേകത എന്താണ്? മരീദ്, അവർ എപ്പോഴും എന്താണ്? ധിക്കാരിയാണ്. അപ്പോൾ കുറേ വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടത്. ഒന്ന്, സൂറത്തുൻ നബയിൽ നമുക്കറിയാലോ, അമ്മ യതസ്സാഅലുൻ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എപ്പോഴും അവർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. പരലോകമുണ്ടോ? ഖിയാമത്തുണ്ടോ? അങ്ങനെ ജീവിക്കോ? മരിച്ചതിന് ശേഷം ജനനുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഇങ്ങനെ ഒരു എപ്പോഴും മുഖ്തലിഫൂൻ, അവർ അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ എന്ത് ചെയ്യുക? തർക്കിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് അതൊരു ശീലമാണ്. അപ്പോൾ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമാണ് അത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ മാത്രമല്ല, ദൈവനിഷേധികളുണ്ടായിരുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ അംഗീകരിക്കാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പറയാണ് അത്തരക്കാരോട് തർക്കിക്കാൻ പോവേണ്ടതില്ല. നമുക്കറിയാലോ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അത്തരക്കാരുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിവേകത്തോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അവരോട് അസ്സലാമു അലൈക്കും, ഞങ്ങൾ ഇതിനൊന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞ് പിന്മാറാൻ തയ്യാറാവണം എന്നുള്ളതാണ്. മാത്രമല്ല, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. നമ്മൾ വേദക്കാരോടായാലും അവരോട് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന നേരങ്ങളിൽ നന്മയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി മാത്രമേ നമ്മൾ കാര്യങ്ങൾ നീക്കാൻ പാടുള്ളൂ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, കൃത്യമായി യുക്തിദീക്ഷയോടുകൂടി സതുപദേശത്തോടുകൂടി മാത്രമേ ആരോടും സംവദിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താർക്കികനാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ശീലമല്ല എന്നാണ്. നമുക്ക് തർക്കിക്കാം, കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, തർക്കിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം, അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കണം. അതും അപക്വമായ ശൈലികളോ അപക്വമായ പ്രയോഗമോ വരാതിരിക്കാൻ ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ അന്ത്യനാളിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ
അതേ നേരത്ത് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിഷേധികളെക്കുറിച്ചും കാപട്യമുള്ളവരെക്കുറിച്ചും വിശദീകരിക്കുന്നു. അവർ വമിനന്നാസി മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഅ കുല്ല ശൈത്വാനിൻ മരീദ്. അവർ ധിക്കാരികളായ ശൈത്വാനുകളെയാണ് അവർ പിൻപറ്റുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാതെ ഒരു വിവരവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ തർക്കങ്ങൾ നടത്തുന്നവരാണ് എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന അബഗല റിജാലി ഇലല്ലാഹ് അൽ അലദ്ദു അൽ ഖസ്ം എന്നാണ്. അതായത് ആവശ്യമില്ലാതെ കുതർക്കം നടത്തുന്നവനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ ഖുർആൻ പറയാണ് കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുളില്ലുഹു വയഹ്ദീഹി ഇല അദാബിസ് സഈർ എന്നാണ്. കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ല, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. കത്തബ കുത്തിബ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. യ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമു സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന ആയത്ത് നമുക്കൊക്കെ അറിയാം. കത്തബ കുത്തിബ എന്ന പ്രയോഗം നമുക്കറിയാം. അപ്പം ഇവിടെ കുത്തിബക്കുള്ള അർത്ഥം രേഖപ്പെടുത്തുക, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പം ആ രൂപത്തിൽ അള്ളാഹു എഴുതപ്പെട്ടിട്ടുണ്ട്. കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുളില്ലഹു വയഹ്ദീഹി ഇല അദാബിസ് സഈർ എന്നാണ്. അപ്പം ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ശൈത്വാനുകളെയാണ് മിത്രമാക്കിയിട്ടുള്ളത് എങ്കിൽ, ശൈത്വാനുകളെയാണ് ആരെങ്കിലും വലിയായി ആത്മമിത്രമായി പകരം വെച്ചത് എങ്കിൽ തീർച്ചയായും ആ പിശാജ് ഫഅന്നഹു യുളില്ലുഹു, വലല്ലാലീൻ എന്ന പ്രയോഗം നമുക്കറിയാം. ഫഅന്നഹു യുളില്ലുഹു, ആ ശൈത്താൻ അവനെ പഴിപ്പിക്കും. മാത്രമല്ല വയഹ്ദീഹി, ആ ശൈത്താൻ അവന് വഴി കാണിച്ചു കൊടുക്കും. ഹിദായത്ത്, ഹുദാ എന്ന പ്രയോഗം നമുക്കറിയാലോ. വയഹ്ദീഹി, അവൻ വഴി കാണിക്കും. ഇല അദാബി സഈർ, എവിടേക്കാണ്? ആ വേദനയുള്ള ജ്വാലയുള്ള ശിക്ഷയിലേക്കാണ്, നരകാഗ്നിയിലേക്കാണ് ഈ പിശാജ് വഴി കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും മൻ തവല്ലാഹു, പിശാചിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട? ആത്മമിത്രമാക്കാൻ പോവേണ്ടതില്ല. പിശാചിനെയല്ല ആത്മമിത്രമാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ തർക്കത്തിലൂടെ ജീവിക്കുവാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പിഴച്ചു പോകും. എന്ന് മാത്രമല്ല, വഴിപിഴച്ചവർക്കുള്ള വഴി എന്നുള്ളത് അത് പരലോകത്ത് നരകമാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ വയഹ്ദീഹി ഇല അദാബിസ് സഈർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.